പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സൊല്യൂഷൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സൊല്യൂബിലിറ്റിയും അതുപോലെ തന്നെ എൻട്രീസ് ലോ ഒക്കെ ആയിരുന്നു. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ്, റൗഡ്സ് ലോ. റൗഡ്സ് ലോ പഠിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ വാക്ക് പഠിക്കണം, വേപ്പർ പ്രഷർ. കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാനം പഠിച്ചതാണ്. നന്നായി അടച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഒരു ലിക്വിഡ് എടുക്കുക. ഇതൊരു ലിക്വിഡാണ്. ഈ ലിക്വിഡ് സർഫസിൻ്റെ മുകളിൽ ഈ ലിക്വിഡിൻ്റെ എന്തുണ്ടാവും? വേപ്പേഴ്സ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഈ ലിക്വിഡും ഈ വേപ്പേഴ്സും തമ്മിൽ ഈക്വലിബ്രിയത്തിൽ ആകും, എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥയിലാകും. അപ്പോൾ ഈ ലിക്വിഡിന്റെ സർഫസിലേക്ക് ഈ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് വിളിക്കുക? വേപ്പർ പ്രഷർ. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓഫ് എ ലിക്വിഡ് on its surface in equilibrium with the liquid at a particular temperature is called vapor pressure. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൗഡ്സ് ലോ ആണ്. റൗഡ്സ് ലോ ഫോർ വോളറ്റൈൽ ലിക്വിഡ് സൊല്യൂഷൻ. കൺസിഡർ എ ബൈനറി volatile liquid solution AB. A is the volatile solvent and B is the volatile solute. ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് എയും ഉണ്ട്, ബിയും ഉണ്ട്. ഈ ലിക്വിഡ് സൊല്യൂഷന്റെ മുകളിൽ എയുടെ വേപ്പേഴ്സും ഉണ്ടാവും, ബിയുടെ വേപ്പേഴ്സും ഉണ്ടാവും. എയുടെ വേപ്പേഴ്സും ഉണ്ട്, ബിയുടെ വേപ്പേഴ്സും ഉണ്ട്. എയുടെ വേപ്പേഴ്സ് ഈ ലിക്വിഡ് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ എന്നും, ബിയുടെ വേപ്പേഴ്സ് ഈ ലിക്വിഡ് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി എന്നും പറയുന്നു. ഈ ലിക്വിഡ് സർഫസിന്റെ മുകളിൽ എയുടെ വേപ്പേഴ്സിന്റെ അളവ് കൂടുതലാണെങ്കിൽ എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ബിയുടെ വേപ്പേഴ്സ് കൂടുതലാണെങ്കിൽ ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുതൽ ആയിരിക്കും. ഈ സൊല്യൂഷന്റെ അകത്ത് എയുടെ അളവ് കൂടുതലാണെങ്കിൽ എയുടെ വേപ്പേഴ്സിന്റെ അളവ് കൂടും, ബിയുടെ അളവ് കൂടുതലാണെങ്കിൽ ബിയുടെ വേപ്പേഴ്സിന്റെ അളവ് കൂടും. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് എയും പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബിയും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈ സൊല്യൂഷന്റെ അകത്തുള്ള എയുടെ അളവിനെയും ബിയുടെ അളവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. എയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കൂടും, ബിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടും. എയുടെ അളവ് എന്ന് പറയുമ്പോൾ ഈ സൊല്യൂഷന്റെ അകത്തുള്ള എയുടെ നമ്പർ ഓഫ് മോളാണ്. നമ്പർ ഓഫ് മോള് ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മോൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം ഈ സൊല്യൂഷന്റെ അകത്ത് എയുടെ മോൾ ഫ്രാക്ഷൻ കൂടുമ്പോൾ എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുന്നു, ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടുമ്പോൾ ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുന്നു. എയുടെ മോൾ ഫ്രാക്ഷൻ കുറയുമ്പോൾ എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കുറയുന്നു, ബിയുടെ മോൾ ഫ്രാക്ഷൻ കുറയുമ്പോൾ ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ the partial vapor pressure of A is directly proportional to mole fraction of A. Partial vapor pressure of B is directly proportional to mole fraction of B. ഇത് തന്നെയാണ് ആര് പറഞ്ഞ? റൗഡ്സ് ലോ പറഞ്ഞത്. റൗഡ്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുക. ഇൻ ദ കേസ് ഓഫ് വോളറ്റൈൽ ലിക്വിഡ് സൊല്യൂഷൻ, the partial vapor pressure of each component is directly proportional to mole fraction of that component. Okay, എന്താ പറഞ്ഞ? In the case of volatile liquid solution, the partial vapor pressure of
ഈച്ച് കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണന്റ്. അത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. പി എ is equal to P0 of A into chi A. PB is equal to P0 of B into chi B. P0 of A യും P0 of B യും എന്താണ്? ഒരു പാത്രത്തിന്റെ അകത്ത് പ്യുർ എ മാത്രമുള്ളപ്പോൾ എയുടെ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെ P0 of A എന്ന് പറയുന്നു. എന്ത് പറഞ്ഞാൽ എന്താണ്? ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുർ കമ്പോണന്റ് എ. P0 of B എന്താ? ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുർ കമ്പോണന്റ് ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ വേപ്പർ പ്രഷർ എന്താ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ പ്ലസ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി അല്ലേ? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0 of A into chi A plus P0 of B into chi B. P total is equal to നമ്മളിതിനെ മൊത്തം സൊല്യൂട്ടിന്റെ ടേമിലേക്ക് മാറ്റാം. P0 of A into chi A ക്ക് പകരം എന്ത് ചെയ്താം? 1 minus chi B. എന്തുകൊണ്ടാണ്? chi A plus chi B is equal to 3 ആണ്. 1 ആണ്. P total is equal to P0 of A minus P0 of A into chi B plus P0 of B into chi B. ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ P total is equal to P0 of B into chi B minus P0 of A into chi B plus P0 of A. P total is equal to P0 of A plus ഇതിൽ ആര് കോമൺ ആണ്? chi B. P0 of B minus P0 of A into chi B. ഇതാണ് എന്ത്? റൗട്ട്സ് ലോ. റൗട്ട്സ് ലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഒരു സോൾവെന്റിന്റെ അകത്തേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു കണ്ടെയ്നറിന്റെ അകത്ത് ഒരു സോൾവെന്റ് എടുക്കും. ഈ സോൾവെന്റിന്റെ സർഫസിൽ ഇപ്പം എ ആണ് സോൾവെന്റ് എന്ന് വിചാരിക്കുക. ആരുടെ വേപ്പേഴ്സ് മാത്രമേ ഉണ്ടാവുന്നു? എയുടെ വേപ്പേഴ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. എയുടെ വേപ്പേഴ്സ് അല്ലെങ്കിൽ സോൾവെന്റിന്റെ വേപ്പേഴ്സ് ഇതിന്റെ സർഫസിലേക്കൊരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ ഉണ്ടാവുന്നത് വേപ്പേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ടല്ലേ? വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ഫിനോമിനാണ്. ഇപ്പോൾ ഈ സർഫസിൽ ആര് മാത്രമേ ഉള്ളൂ? എയുടെ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. ഈ സോൾവെന്റിന് ഈസി ആയിട്ട് വേപ്പറൈസ് ചെയ്യാം. സോൾവെന്റിന്റെ അകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ടും കൂടെ ആഡ് ചെയ്താൽ ഈ സൊല്യൂട്ട് ഈ സോൾവെന്റ് അകത്ത് ഡിസോൾവ് ചെയ്യും. സർഫസിൽ ആരും കൂടെ ഉണ്ടാവും? നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മോളിക്യൂൾസും കൂടെ ഉണ്ടാവും. ഈ ഡാർക്കൻ ചെയ്തിരിക്കുന്നത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മോളിക്യൂൾസ് ആണ്. അപ്പൊ നേരത്തെ അത്രയും സർഫസ് ഏരിയ ഉണ്ടോ സോൾവെന്റിന്? ഇല്ല. സ്വാഭാവികമായിട്ടും ഈ സൊല്യൂഷന്റെ മുകളിൽ ആരുടെ വേപ്പേഴ്സിന്റെ അളവ് കുറയും? സോൾവെന്റിന്റെ വേപ്പേഴ്സിന്റെ അളവ് കുറയും. അപ്പം സ്വാഭാവികമായിട്ടും ഈ സോൾവെന്റിന്റെ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? When a non-volatile solute is added in a solvent, its vapor pressure decreases. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു സോൾവെന്റിന്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സോൾവെന്റിന്റെ അകത്തേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആരുടെ വേപ്പേഴ്സ് മാത്രമേ ഉണ്ടാവൂ? സോൾവെന്റിന്റെ വേപ്പേഴ്സ് മാത്രമേ ഉണ്ടാവൂ. ആരൊക്കെ വേപ്പറൈസ് ചെയ്യാൻ പറ്റൂല? സൊല്യൂട്ടിന് വേപ്പറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല.
എന്തുകൊണ്ടാണ് പറ്റാത്ത? ഇത് നോൺ വോളറ്റൈലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷർ പി ടോട്ടൽ ഈസ് ഈക്വൽ ആരാണ്? പി എ പ്ലസ് പി ബി. പി ബി ഈസ് ഈക്വൽ ടു എത്രയാണ്? 0. എന്തുകൊണ്ടാ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി 0 എടുക്കുന്നത്. എന്തുകൊണ്ടാ? ബി നോൺ വോളറ്റൈൽ ആണ്. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി എ. പി എ എന്താണ്? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ. In the case of volatile components, partial vapor pressure is equal to P0 of A into chi A. P total is equal to P0 of A into chi A. P total is directly proportional to a mole fraction of solvent. ഇപ്പോൾ എന്താ പറയുക? Solution containing non-volatile solute, its partial vapor pressure is directly proportional to mole fraction of solvent. In the case of volatile solvent containing non-volatile solute, the partial vapor pressure is directly proportional to mole fraction of solvent. Graphical representation of Raoult's law. ഈ ഗ്രാഫിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ കൈ എ is equal to 1. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് 1 ആണ്. കൈ എ പ്ലസ് കൈ ബി 1 ആയതുകൊണ്ട് കൈ ബി is equal ഇവിടെ എത്രയായിരിക്കും? 0. അപ്പോൾ ഇവിടെ പ്യുവർ സോൾവെന്റ് മാത്രമേ ഉള്ളൂ. ആ സമയത്തുള്ള വേപ്പർ പ്രഷർ എന്താ വിളിക്കുക? P0 ഓഫ് എ. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? സൊല്യൂട്ട് മാത്രമേ ഉള്ളൂ. ആ സമയത്തുള്ള വേപ്പർ പ്രഷർ എന്താ വിളിക്കുക? P0 ഓഫ് ബി. നമ്മൾ ഇവിടെ താണിറ്റും ഇവിടെ പൊങ്ങിയിട്ടുള്ളത് കാരണം എന്താണ്? ബി ഈസ് മോർ വോളറ്റൈൽ ദാൻ എ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് കൈ എ 1 ആയിരുന്നു, ഇവിടെ കുറഞ്ഞ് 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 എത്രയായി? 0. അപ്പം അതിൻ്റെ വേപ്പർ പ്രഷർ എന്താവും? കുറഞ്ഞ് 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 പോകും. ഇവിടെ കൈ ബി 0, ഇവിടെ എത്രയാ? കൈ ബി 1 മാക്സിമം ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞ് 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 കുറഞ്ഞ്. അപ്പം ഇതെന്താണ്? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി.